ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ കുമ്പളങ്ങ പറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുമ്പളങ്ങ പറിക്കാൻ പോവാണ്. ക്യാമറയും പിടിച്ചുകൊണ്ടാണ് എടുക്കുന്നതുകൊണ്ട് ചെറിയൊരു റിസ്കിലാണ്. താഴെ പാത്രം വെച്ച് അതിലോട്ട് വീണു. അങ്ങനെ ഞങ്ങളുടെ കുമ്പളങ്ങ വിളവെടുപ്പാണ്. നല്ല ചൂടാണ്. ഒരു മഴ പ്രതീക്ഷിച്ച് ഞങ്ങളിരിക്കുകയാണ്. ഇന്ന് കുറേ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. കാറ്ററോ എന്താ എന്താ പരിപാടി? കരിക്ക് തേങ്ങയിട്ടാണ്. ഇത് അടുത്ത വിളവെടുപ്പ് നട്ടയാളെ കൊണ്ട് തന്നെ ഞങ്ങൾ ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് അജിയാണ് ഞങ്ങളുടെ വിളവെടുപ്പ്, ചേമ്പിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത്. അടിപൊളിയായിട്ട് കുറേ ചേമ്പ് ഞങ്ങൾക്ക് കിട്ടി. വളരെ സന്തോഷം. ഇതേണ്ട ഈ പൂവ് നല്ല മണമാണ്. ഈ പൂവിനെ ഞങ്ങൾ ദോഹയിൽ നിന്ന് കൊണ്ടുവന്ന ചെടി ഇതുവരെ വളർന്നു. ഇപ്പം എല്ലാ ദിവസവും പൂവുണ്ട്. ഇത് ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് നട്ട ഒരു ചെടിയാണ്. ഇതിന് നല്ല മണമുണ്ട് കേട്ടോ. ഇപ്പം നിറച്ചും പൂത്ത് നിൽക്കുകയാണ്. നല്ല ചൂടായതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചെടികളൊക്കെ നോക്കിയില്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇന്നും ഒരു മഴ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല മഴക്കാറുണ്ട്. ഭയങ്കര ചൂടാണ്, ആവിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാത്തിരിപ്പിന് ശേഷം തുടങ്ങി വേനൽ മഴ. ഒരു പപ്പായ മരം ഉണ്ടായിരുന്നത് പെടന്ന് വീണു. രണ്ട് ചേമ്പ് അജിയെ കൊണ്ട് പറപ്പിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. 5-8 പത്തെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടെ ഇവിടെയൊക്കെ നട്ടെങ്കിലും നല്ല കുഴപ്പമില്ലാണ്ട് ഉണ്ടായി. അജയനെ വളമിടുകയും വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്തു. ഇപ്പം ഞങ്ങൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടല്ലേ, ഒരു പാത്രം നിറച്ച് ചേമ്പ് കിട്ടി. പെടുന്ന പപ്പായ മരം വെട്ടി മാറ്റുകയാണ്. നല്ല പൊക്കത്തിൽ ഇത് വളർന്നിട്ട് നമുക്ക് പറിക്കാൻ പറ്റാത്ത പോലെ ഉയരത്തിലായിരുന്നു. എന്നാലും ഞങ്ങളെങ്കിലും കുത്തി ഒക്കെ ഇടുമായിരുന്നു, നിറച്ചും ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കാറ്റത്ത് അതെല്ലാം പെടന്നു പോയി. ഞങ്ങളുടെ ചേമ്പ് ഇത്രയും ഉണ്ടോ, ഇത്രയും അടുപ്പിച്ച് കാണിക്കുകയാണ്. ചേമ്പ് ഇത്രയും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ചേമ്പാണ്. ഞങ്ങൾ ഇനി അത് പുഴുങ്ങുകയും ഒക്കെ ചെയ്യാം. ഞങ്ങൾ നട്ട ചേമ്പ് ഉണ്ടായതാണ്. തീരെ കുറവൊന്നുമല്ല, ആദ്യമായിട്ട് നട്ടാണ്. ഇത് നോക്കൂ, ഇത്രയില്ലേ? ഇതൊക്കെ നല്ല വലുപ്പമുള്ള ചേമ്പ് കേട്ടോ. ഇതാ ഏറ്റവും വലിയ ചേമ്പ് കിട്ടിയത്. ചീത്തയാവാൻ തുടങ്ങി കേട്ടോ. കറക്റ്റ് സമയത്താണ് പറിച്ചത്. ചേമ്പ് ഇതാണ് ഞങ്ങളുടെ ചേമ്പ്. ആദ്യമായിട്ട് നട്ടതാണ്. ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് നട്ട ചേമ്പ് ഇത്രയുണ്ട്. കൊള്ളാമോ? അടിപൊളി. പ്രാവശ്യം കാച്ചിൽ പറിച്ചില്ല അതുപോലെ ചേമ്പ് കൃഷി ആദ്യം പറിച്ചപ്പോൾ ഒന്നും ഇല്ലായിരുന്നു ഒരെണ്ണത്തിൻ്റെ അകത്ത്. അതവിടെ റോക്കായിരുന്നു. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ പറിക്കാൻ പോവാണേ. കുമ്പളം ഞങ്ങൾ കുറേ നാൾ ചെറുതാ. ചെറിയ കുമ്പളങ്ങ പറിക്കാൻ പോവാം. കുമ്പളങ്ങ
പൊട്ടി. രണ്ടാമത്തെ കുമ്പളങ്ങ. രണ്ടെണ്ണമായി. മൂന്നാമത്തെ കുമ്പളങ്ങ പറിക്കാൻ പോണേ. 3. ഇത് താഴെ നമ്മൾ വലിപ്പമുള്ളവരണം ഉണ്ടായിരുന്നു. അതും കിട്ടി. ഇനിയുണ്ടോ? അങ്ങനെ ഈ പ്രാവശ്യത്തെ കുമ്പളങ്ങയുടെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇടിയുത്തരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അല്ലേ പള്ളിയെല്ലാം കരിഞ്ഞു. കണ്ട നിൽക്കുന്ന കുമ്പളങ്ങ പറിച്ചു. ഭയങ്കര വലിയ കുമ്പളങ്ങയാണല്ലോ. ഇത്രയും വലിയ കുമ്പളങ്ങ ഉണ്ടോ? ഇത് വലിയ കുഴപ്പമില്ല. അത് എന്നാലും എന്തോ കുമ്പളങ്ങ. ഇത്രയും വലിയ കുമ്പളങ്ങ ഉണ്ടോ ഞങ്ങളുടെ അവിടെ? എല്ലാം വെയിലും ചൂടും. ഇപ്പോൾ ഈ സമയമായിട്ട് പോലും വേർത്ത് കുളിക്കുക. എന്താ പരിപാടി? കരിക്ക് തരയാണ്. ഇത് തേങ്ങയിട്ടാണ്. തേങ്ങയിട്ടത് തേങ്ങയാണ്. ചിലതാണെങ്കിൽ ചെറുതാണ്. പക്ഷെ അതിനകത്ത് നല്ലപോലെ അതിന് കാമ്പുള്ള ടൈപ്പാണ്. എനിക്ക് കരിക്ക് കുറച്ച് ഡീപ്പിച്ച് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ ചൂട് സഹിക്കാൻ വയ്യാണ്ട് ആള് ഒളിച്ച് നടക്കുക. തെങ്ങിടുന്നവന്മാരൊക്കെ ഒളിച്ചു നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു. 3-4 ദിവസമായി ഞങ്ങൾ തേങ്ങ ഇടാൻ വേണ്ടി നോക്കുന്നു. അവന് അങ്ങോട്ട് ചെന്നപ്പം അവൻ പുറകെ കൂടെ ഓടി വന്ന് തെങ്ങ കയറുക. പിടിക്കാൻ ചെല്ലുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അതുപോലെയാണ്. ഇവർക്ക് തേങ്ങ ഇടാനൊന്നും ഇഷ്ടമില്ല. വേറെ പണികൾക്കൊക്കെ വേറെ പണിക്ക് പോവുക. ഇതേ കരിക്ക് വെട്ടുന്നു. എന്താ കാര്യം? ഇത് ഇടണ്ടായോ? അങ്ങനെ തേങ്ങയിടലും കഴിഞ്ഞു. ഒരുവിധം പണികളെല്ലാം തീർത്തു. ഭയങ്കര ചൂടായിരുന്നു ഇന്ന്. ഇപ്പം വേണ്ട അടിപൊളി മഴ. മഴ പെയ്യുന്ന പ്രതീക്ഷയില്ലായിരുന്ന കുട പോലും എവിടെ വെച്ചെന്ന് മറന്നുപോയി. ഇനി കുടയൊക്കെ തപ്പിപ്പിടിക്കണം. ഈ മഴ നല്ല മഴ. കഴിഞ്ഞ ദിവസം ഒരു മഴ പെയ്തായിരുന്നു, പക്ഷേ ഇത്രയും ശക്തമല്ലായിരുന്നു. ഇനിയിപ്പം മഴ കുറച്ച് ശക്തമായിട്ട് പെയ്തൊന്നും ഭൂമിയൊന്നും തണുക്കുമെന്ന് തോന്നുന്നു. ഓക്കെ. ഓ, മനസ്സും തണുത്തു ഭൂമിയും തണുത്തെന്ന് പറഞ്ഞ പോലെ. ഇടി വെട്ടുന്നുണ്ട് കേട്ടോ. ഒരു കാറ്റുണ്ട്. കാറ്റ് സൂക്ഷിക്കണം. ഇവിടെ ഒരു ആഞ്ഞിലി ഉണ്ടത് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന ഒരു ആഞ്ഞിലി. അത് എപ്പോഴും അതാകട്ട് വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ മഴ പെയ്തു. 3-4 മാസത്തെ കാത്തിരിപ്പിന് ശേഷം
ചാമ്പാലിലെ കത്തോലിക്ക പള്ളിയുടെ പ്രൊസഷനാണ്. വെള്ളിയാഴ്ച എല്ലാവരും കൂടെ ജാഥയായിട്ട് ഇറങ്ങിക്കാതിൻ്റെ കുറച്ച് മുമ്പേ വന്നായിരുന്നു. എൻ്റെ ഫ്രണ്ട് ഭാഗം കിട്ടിയതിന് എനിക്ക് ലേറ്റായിപ്പോയി വന്നപ്പോഴത്തേക്ക്. അങ്ങനെ പോയിട്ട് അങ്ങനെ അപ്പുറത്ത് അവരെ പോയിട്ട് തിരിച്ചു വരുമെന്ന് തോന്നുന്നു. നമ്മുടെ പർഗോളയുടെ മുകളിൽ കാറ്റ്ക്ലോ ഒത്തിരി നാൾ കൂടിയ ശേഷം ചൂടാണെങ്കിലും ചെറിയൊരു തളിർപ്പൊക്കെ വന്ന് മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 മുട്ട നല്ലപോലെ കാണാം വലുതായിട്ട്. ഇതിപ്പോൾ തന്നെ വിരിയും, നാളെ തന്നെ കുറേ കൂടി വിരിയാനുണ്ട്. നല്ല ഭംഗിയായിരിക്കും കാണാൻ. പപ്പായ കിടക്കുന്നുണ്ടോ? നല്ല ഭംഗിയാണ് കാണാൻ അല്ലേ, വിളഞ്ഞ് കിടക്കുക. വാഴയുടെ ഇലയൊക്കെ കരിഞ്ഞു, പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. ഇതുണ്ടോ മുകളിലോട്ട് നോക്കിയാൽ ഉണ്ടോ ബോഗൻവില്ല ഇങ്ങനെ പടർന്ന് കിടക്കുന്നത്, ചാമ്പയുടെ മേളിൽ കൂടെ പടർന്ന് കിടക്കുകയാണ്. മുറ്റം നിറച്ചും ബോഗൻവില്ലയാണ്. അത് താഴത്തെ റോഡിൽ നിന്നാലേ പക്ഷെ കാണാൻ പറ്റുള്ളൂ. ഈ ഭാഗമൊക്കെ നമ്മുടെ മുറ്റത്ത് നിന്ന് കാണാം, നിറച്ച് പൂക്കളായിട്ട് കിടക്കുന്നു. പക്ഷെ ചാമ്പ മൂടിയാണ് ഇപ്പോൾ ബോഗൻവില്ല കിടക്കുന്നത്. അതുകൊണ്ട് ചാമ്പ ഒന്നും വെട്ടിക്കളയാനും പറ്റില്ല. മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് ചട്ടികളെല്ലാം ഞങ്ങൾ തള്ളത്തോട്ടെടുത്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം ഈ മാവിൻ്റെയൊക്കെ ചുവട്ടിലോട്ട് വലിയ വെയിലടിക്കാത്ത രീതിയിൽ ഇങ്ങനെ വെച്ചിരിക്കുക. ഇവിടെ തണലുള്ളതുകൊണ്ട് ഇവിടെ പിന്നെ ഈ പൂ നല്ല മണമുള്ള പൂവാണ്. ഞങ്ങൾ ഖത്തറിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച ചെടിയാണ്. ചെടികളൊക്കെ ഇങ്ങനെ ഉണങ്ങാനൊക്കെ നിൽക്കുകയായിരുന്നു. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ശരിയാക്കിയെടുത്ത്. ഈ ചെമ്പരത്തി എപ്പോഴും പൂവുണ്ടാവും, നിറച്ച് പൂവുണ്ട്. ഇപ്പോൾ ചൂട് കാരണം ഇച്ചിരി പൂ കുറവാണ്. മറ്റുള്ള ചെടികളെല്ലാം ഒന്ന് ഉണങ്ങി തുടങ്ങിയായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷം വെള്ളമെല്ലാം ഒഴിച്ച്. പേരയെല്ലാം പേരയ്ക്ക കുറേ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാം വവ്വാല് കുത്തി തിന്നും. ഇതൊക്കെ ഇപ്പം തളിരൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഈ പൂ കാണാൻ നല്ല രസമല്ലേ. അത് നിറച്ച് പൂക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നു. നല്ല സംരക്ഷണമൊക്കെ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പുഷ്ടിക്കുകയില്ല, കായ്ക്കുകയില്ല. മനുഷ്യൻ്റെ കാര്യത്തിൽ ഇത് തന്നെ നല്ല സംരക്ഷണമൊക്കെ ചെയ്ത് കൊടുക്കണം. വേണ്ട, നമ്മുടെ ചെമ്പകത്തേൽ നിറച്ച് പൂവുണ്ടായി. 2 കൊല പൂ
ചാമ്പ നിറച്ചും ചാമ്പയ്ക്ക ഉണ്ടായിക്കാണേ. നിറയെ പൂത്തിട്ടുണ്ട്, നിറച്ചും കായുണ്ട്. പക്ഷെ പൊക്കത്തിലായതുകൊണ്ട് നമുക്ക് എത്തുന്നില്ല. താഴെയെല്ലാം വീണ് കിടപ്പുണ്ട്. ഇവിടെ എല്ലാം വീണ് കിടപ്പുണ്ട്. നിങ്ങളുടെ ചാമ്പക്ക ഉണ്ടോ? കണ്ടോ, നല്ലതായിട്ട് വലുതാവും കേട്ടോ. നല്ല ഒരുവിധം ടേസ്റ്റൊക്കെ ഉണ്ട്. ആപ്പിൾ പോലെ ഇരിക്കും. നല്ല രസമുണ്ട്, നല്ല മധുരമുണ്ട്. മധുരമുണ്ട്. അപ്പോൾ വേനലായതുകൊണ്ട് നല്ല മധുരമുണ്ട്. ഒരു പേരയ്ക്കവിടെ കിട്ടി. ഇന്ന് കുറേ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. കാറ്റലോ എന്താ ചെത്തിപ്പൂ കണ്ടോ? ഞങ്ങളിവിടെ കമ്പൊക്കെ വെട്ടി നിർത്തിയപ്പോൾ നിറച്ച് പൂക്കളായി. എപ്പോഴും പൂക്കളുണ്ടാവും ഇതിൽ. നിറച്ച് പൂക്കൾ ഉണ്ടോ? ആ ആ അടിവശത്ത് പറഞ്ഞ് ഓടിച്ചിട്ടുണ്ട്. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. രണ്ട് മൂന്നെണ്ണം വെച്ച് കിട്ടി. നമ്മൾ വളമൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഒരു പ്രാവശ്യം ഇട്ടായിരുന്നു. ഇപ്പം അല്ലേ നമ്മുടെ ആദ്യത്തെ കൃഷിഫലമാണ് കൃഷി ഇങ്ങനെ ചേമ്പും നട്ടിട്ട് ആണ്. അജി നട്ട ചേമ്പ. വേനൽക്കാലത്താണ്. ഉണ്ട്, അവിടെ ഉണ്ട്. അത്രേ ഉള്ളൂ. ലാസ്റ്റ് ടൈം ഫൈനില്ല. അവിടെ ഒന്നും കിട്ടില്ല. പക്ഷേ ഒന്നും ഉണ്ടാകാൻ സാധിക്കും. മണ്ണിൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. വലിയ ഗുണമുള്ള മണ്ണല്ലേ. മണ്ണിൻ്റെ കൂടെ ഉണ്ട്. വീട്ടിലൊക്കെ നല്ല മണ്ണാണ്. ഇത് ഈ എടുത്തിട്ട മണ്ണാണ്. ആ അങ്ങനല്ല. ഇതെല്ലാം വലിപ്പമുള്ള
2 മിനിറ്റ്. ചെറുതിനാണോ കൂടുതലുണ്ടായത്? ആ. ആണ്ടെ. എന്തുപോലെ നല്ല മുഴുത്ത വിത്താണ്. നല്ല വിളിച്ച. ഈ ചേമ്പ് എന്തുപോലെ പറക്കാൻ അറിയുമോ? അന്ന് നമ്മൾ ഒരു പ്രാവശ്യം നോക്കിയപ്പം ഒന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ നിർത്തി. അജി അങ്ങനെ ചേമ്പ് പറിച്ചുകൊണ്ടിരിക്കുന്നു. മണ്ണെല്ലാം ഉണങ്ങി കിടക്കുക. ഞങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ചേമ്പ് പറിക്കാൻ. അജിയാണ് നട്ടതും വളമിട്ടതും ഒക്കെ. അപ്പോൾ അജിയെ കൊണ്ട് തന്നെ പറിപ്പിക്കാമെന്ന് വിചാരിച്ചു. വലിയ കുഴപ്പമില്ല കേട്ടോ, എല്ലായിടത്തും കുറേശ്ശെ എല്ലാം കൂടെ വെട്ടി വെച്ചപ്പോൾ നല്ല കുറച്ച് ചേമ്പ് കിട്ടി. അത് ഈ തൂമ്പ വെച്ച് വെട്ടിമുറിച്ച് കളയാതെ എടുക്കണം. അതെല്ലാം അറിയാവുന്നവർക്കേ പറ്റത്തുള്ളൂ, അല്ലെ ഞാൻ തന്നെ ചെയ്തേനെ. അങ്ങനെ ഞങ്ങളുടെ വിളവെടുപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ. ബൈ.